നമസ്കാരം. യു എസ് മാർക്കറ്റുകളെല്ലാം മിക്സഡ് ആയിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.01%, S&P 500 0.05% പ്ലസ് ആയിട്ടും നാസ്ഡാക്ക് 0.22% മൈനസ് ആയിട്ടുമാണ് ക്ലോസ് ആയത്. അമേരിക്കൻ മാർക്കറ്റിൽ വരുന്ന ഇൻഫ്ലേഷൻ ഡേറ്റ വലിയ സാമ്പത്തിക പ്രത്യാഘാതമൊന്നും ഉണ്ടാക്കില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. അതുപോലെ ജോബ് ഡേറ്റ വന്നതും വിചാരിച്ചതിലും എൻകറേജിംഗ് ആയിട്ടുള്ള ഡേറ്റയാണ് വന്നത്. അത് കൂടാതെ തന്നെ അമേരിക്കയിൽ AI ആയിട്ട് ബന്ധപ്പെട്ട ഒരു സെല്ലിംഗ് പ്രഷർ ഒരല്പം കുറഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. വെള്ളിയാഴ്ച മാർക്കറ്റ് കാര്യമായ നെഗറ്റീവിലല്ല ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ അമേരിക്ക ഇറാൻ ചർച്ച വിചാരിച്ചതിലും പോസിറ്റീവായിട്ട് തുടരുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ട് നിൽക്കുന്നു. ഇനി മറ്റൊന്ന് ഇന്ത്യൻ മാർക്കറ്റാണ്. ഇന്ത്യൻ മാർക്കറ്റ് ഏതാണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 6 ദിവസത്തോളം ബയേഴ്സ് ആയിരുന്നു. പക്ഷേ എന്നാൽ ഒരു ദിവസം 7,000 കോടി രൂപയോളം അവർ സെല് ചെയ്തു. മാർക്കറ്റ് 25,500 താഴെയാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. മാർക്കറ്റ് ഏകദേശം ഒരു സപ്പോർട്ട് ഏരിയയിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുന്നത്. 25,400 25,300 എന്ന ഏരിയയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി AI അതുമായിട്ട് ബന്ധപ്പെട്ട് സെല്ലിംഗ് പ്രഷർ ഉണ്ടായ IT സ്റ്റോക്കുകളിലെല്ലാം വെള്ളിയാഴ്ച താഴെ ലെവലിൽ നിന്നൊരു വാല്യൂ ബൈങ് എന്നുള്ള രീതിയിൽ ഒരു ബൈങ് കണ്ടിരുന്നു. അത് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനാണ്. മാർക്കറ്റ് ഒരു സപ്പോർട്ട് ലെവലിലാണ് നിൽക്കുന്നത്. IT സെക്ടർ പൊതുവെ ഒരു വാല്യൂ ബൈങ് കണ്ട സ്ഥിതിക്ക് മാർക്കറ്റ് ചെറിയൊരു ഡെഡ് കാറ്റ് ബൗൺസ് പോലെ ഒരു റിക്കവറി ഉണ്ടാവുമോ എന്നുള്ളൊരു കാര്യം നോക്കേണ്ടതാണ്. ഇന്നിനി വരായിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റയാണ് വരായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ജപ്പാന്റെ GDP ഡേറ്റ വരുന്നുണ്ട്. അതുപോലെ ഇന്ത്യ യൂറോപ്പിന്റെ ട്രേഡ് ഡേറ്റ അത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് ശേഷമാണ്. അതുപോലെ അമേരിക്കയിൽ FOMC മെമ്പേഴ്സിന്റെ ചില സ്പീച്ച് വരാനുണ്ട്. ഇത്രയും ഡേറ്റ ഇന്ന് വരാനുള്ളൂ. അതുകൂടാതെ തന്നെ ചൈനീസ് മാർക്കറ്റുകൾക്ക് US മാർക്കറ്റുകൾക്കൊക്കെ ഇന്ന് അവധിയാണെന്നാണ് കാണുന്നത്. അതുപോലെ ഇന്ത്യയുടെ ബാങ്ക് ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഡേറ്റ വരുന്നത് രണ്ടും ഗ്രോ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ലോണ് ഏതാണ്ട് 14.6%, ഡെപ്പോസിറ്റ് 12.5% ഗ്രോ ചെയ്യുന്നതായിട്ടാണ് ഡേറ്റ കാണുന്നത്. അതുപോലെ തന്നെ മിഡ് ക്യാപ് സ്റ്റോക്കുകളെ ബേസ് ചെയ്ത് പുതിയൊരു ഡെറിവേറ്റീവ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സെബി ഉദ്ദേശിക്കുന്നതായിട്ട് കാണുന്നു. ഏതാണ്ട് 20 മിഡ് ക്യാപ്പുകളോളം ബേസ് ആയിട്ട് എടുത്തിട്ടാണ് F&O ആരംഭിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. മറ്റൊന്ന് അടിസ്ഥാന മേഖലാ വികസനത്തിന് വേണ്ടിയിട്ട് 1.60 ലക്ഷം കോടി രൂപ ഗവൺമെന്റ് അപ്രൂവൽ നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ടും റൂറൽ നഗരവികസനം അതുപോലെ സ്റ്റാർട്ടപ്പ് മേഖലകളിലേക്കാണ് ഈ പണം ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 25 കോടിയോളം ഡിമാറ്റ് അക്കൗണ്ട് ആയിട്ട് NSE അതിൽ ആക്റ്റീവായിട്ടായിട്ട് 12.7 കോടി ആണ് ഇപ്പോൾ NSEയുടെ കണക്ക് പ്രകാരം വരുന്നത്. മറ്റൊരു വാർത്ത, മണപ്പുറം ഫിനാൻസിൽ 46.66% US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ ക്യാപിറ്റൽ ഏറ്റെടുത്തിരുന്നു. അതിന് ഗവൺമെന്റ് പൂർണ്ണമായും RBI അനുമതി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് മൈനസ് ആയെങ്കിൽ പോലും ഏറ്റവും പിടിച്ചു നിന്നത് PSU ബാങ്ക്സ് അതുപോലെ തന്നെ ഓട്ടോ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളാണ്. IT-യിലെ സെല്ലിംഗ് ഒരുപക്ഷെ ഒരു സെക്ടർ റൊട്ടേഷന് ഇത് കാരണമാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം IT സ്റ്റോക്കുകളിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നവർ ഇത്തരം കമ്പനികളിലേക്ക് മേടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഏപ്രിൽ 1 തൊട്ട് ബ്രോക്കർമാർക്ക് ഈ MTF മാർജിൻ വ്യാപാരം മുഖേന നൽകുന്ന വായ്പകൾക്കൊക്കെ ഒരു കുറവ് വരുത്താൻ RBI പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊരു പക്ഷേ മാർജിൻ വ്യാപാരം ആ ബേസിൽ സ്റ്റോക്ക് മേടിച്ചവർ ഒരു സെല്ലിംഗ് പ്രഷർ അയക്കുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാര്യമായ റിസൾട്ടുകളൊന്നും വരാനില്ല. ഓൾമോസ്റ്റ് റിസൾട്ട് കഴിഞ്ഞ് ഇനി കുറെ സ്മോൾ ക്യാപ്പ് കമ്പനികളുടെ റിസൾട്ടാണ്